നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് രാജ്യം കടക്കുകയാണ്. 1 കോടി ജൻസികളെയാണ് നരേന്ദ്രമോദി പരിശീലിപ്പിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ അതിനേക്കാൾ കവച്ചു വയ്ക്കുന്ന അതിനൂതനമായ മറ്റൊരു പദ്ധതിയുമായി കർണാടകത്തിലെ മുഖ്യമന്ത്രി ശിവകുമാറിൻ്റെ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് വന്നിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ AI പഠിപ്പിക്കും എന്ന പ്രഖ്യാപനവുമായിട്ട് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 6ാം ക്ലാസ് പറയുമ്പോൾ വിജയ് 5ാം ക്ലാസ്സും കൊണ്ടുവരുമോ എന്നറിയില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ചിലപ്പോൾ പറയുന്നത് LKG മുതൽ AI പഠിപ്പിക്കാം, കുട്ടികളെയൊക്കെ AI കളിയൊക്കെ പഠിപ്പിക്കാമെന്ന് പറയും. വന്നാലും അത്ഭുതമൊന്നുമില്ല. മറ്റേ റോബോട്ടിൻ്റെ AIയുടെയൊക്കെ കളികളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ, ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കാമല്ലോ. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിലേക്ക് ഇന്ത്യ വളരെ വേഗം കടക്കുകയാണ്. പാറ്റാ സമരം ഡൽഹിയിൽ നടന്ന് CJPയുടെ ഉദയം ചെയ്തത് നമ്മുടെ MP ജയരാജൻ പറഞ്ഞ പോലെ, പണ്ട് അദ്ദേഹം ഈ ജഡ്ജിയെ തെറി വിളിച്ചതുകൊണ്ട് ജയിലിൽ കിടന്ന ആളാണ് കോർട്ടലക്ഷ്യത്തിന്. ആ തെറിയാണ് ഇപ്പോഴത്തെ ജഡ്ജിയെ വിളിക്കേണ്ടത്. CJP ഉണ്ടാകാനുള്ള കാരണം, കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകാനുള്ള കാരണം, പാറ്റാ പാർട്ടി ഉണ്ടാകാനുള്ള കാരണം ജസ്റ്റിസ് സൂര്യകാന്ത് ആണെന്നും അദ്ദേഹം കുട്ടികളെ പാറ്റകളെന്ന് വിളിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് MP ജയരാജൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ക്യാപ്സൂൾ ജയരാജേട്ടൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഞാനീ പറഞ്ഞ CJPയെ പിടിച്ചു കെട്ടാനും അല്ലെങ്കിൽ അഭിജിത് ദീപ്കെ ഉയർത്തിവിട്ട വിഷയങ്ങളെ പിടിച്ചു കെട്ടാനുമായി BJP 1 കോടി യുവാക്കളെയാണ് രാജ്യത്ത് AI പരിശീലിപ്പിക്കാൻ പോകുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. എന്നാൽ അങ്ങനെ നിങ്ങൾ യുവാക്കളെ പഠിപ്പിക്കുമെങ്കിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 13 വയസ്സ് പ്രായമുള്ള കുട്ടികളെ മുതൽ AI പഠിപ്പിക്കാൻ ശിവകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും AI പഠിച്ചോളൂ. ഇനി AIയുടെ ഒരു പുതിയ യുഗമാണ് വരുന്നത്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് AI പഠിച്ചാൽ ഇവിടെ വളരെ മനോഹരമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പഠന കാര്യത്തിൽ കോളേജുകളും സ്കൂളുകളും ഒന്നും ആവശ്യമില്ലാത്ത, ഓൺലൈൻ വിദ്യാഭ്യാസം പോലും ആവശ്യമില്ലാത്ത നോളജിനെ സാർവത്രികവൽക്കരിച്ചിരിക്കുന്ന, ആർക്കും ചെറിയ ഒരു കമ്പ്യൂട്ടർ നോളജും നെറ്റിൻ്റെയൊക്കെ നോളജ് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് വിവരവും എടുക്കാൻ കഴിയുന്ന 5 പേജ് 10 പേജ് 100 പേജൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന അതിവിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത് പോകുന്നത്. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിൽ ക്ലൗഡും അതുപോലെ തന്നെ പിന്നെ ജെമിനിയും പിന്നെ GPATും പിന്നെ അങ്ങനെ എല്ലാം വളരെ വളരെ പിന്നെ വലിയ രീതിയിലാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്തായാലും നരേന്ദ്രമോദി ഇതിൻ്റെ ക്രക്സ് മനസ്സിലാക്കി 1 കോടി ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ സ്ത്രീകളുമുണ്ട്, കുട്ടികളുമുണ്ട്, ചിലപ്പോൾ വിദ്യാർത്ഥികൾ കാണും, പിന്നെ യുവാക്കളും കാണും. തൊഴിൽരഹിതരായിട്ടുള്ളവരുൾപ്പെടെയുള്ള 1 കോടി ആളുകളെ പരിശീലിപ്പിക്കുന്നു. ശിവകുമാർ 6ാം ക്ലാസ് മുതൽ AI ടൂൾസ് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കേരളത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളാണ് സതീശൻ നടത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വിജയ് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു AI പോളിസി രാജ്യത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ നയം വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് പുതിയ തലമുറയാണ് എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ അരാഷ്ട്രീയവാദങ്ങൾക്കുമൊക്കെ പിറകാൽ പോകുന്നു എന്നൊരു വാദമുള്ളത് കൊണ്ടാണ് അവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റഗ്രാം വഴിയും X വഴിയുമൊക്കെ വലിയ പ്രചരണം നടത്തിയാണ് മോദി ഇതിനകത്ത് ആളെ കൂട്ടിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് വളരെ വലിയ ക്യാമ്പയിനാണ് വരുന്നത്. 1 കോടി ആളുകൾ പങ്കെടുക്കുമ്പോൾ ചെറിയ പരിപാടിയല്ല, അതൊരു വലിയ ക്യാമ്പയിനായിട്ടായിരിക്കും വരുന്നത്. അത് യുവാക്കളെയാണ് 1 കോടിയും പഠിപ്പിക്കുന്നത്, യുവതികളെയുമാണ്. അതുപോലെ തന്നെ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ AI പഠിപ്പിക്കാൻ ശിവകുമാർ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് വരുന്നത്. എല്ലാവരും കുറേശ്ശെ നിർമ്മിത ബുദ്ധി നന്നായി പഠിച്ചോളൂ.